ഒന്ന് ചോദിക്കട്ടെ. ചോദിക്കട്ടെ. സോ റിബലാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള മൂവി. അപ്പൊ അതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഒരു വില്ലൻ ലുക്ക് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. വില്ലനായിട്ട് തോന്നിയോ? അപ്പം എന്നാ അത് വർക്കായെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഏറെക്കുറെ തോന്നി. സിനിമയ്ക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് ഈ കോൾ വരുന്നത്. അല്ലെങ്കിൽ എവിടെന്നോ കിടക്കുന്ന ഒരാൾ എൻ്റെ ഒരു ട്രെയിലർ കണ്ടിട്ടൊക്കെ എന്നെ ഒരു വില്ലനായിട്ട് മെയിൻ ആന്റഗോണിസ്റ്റ് ആയിട്ടൊക്കെ എന്നെ വിളിക്കണമെങ്കിൽ ലക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നസെൻസിൽ എത്തിയില്ലേ? ഒന്നുമില്ല. സോ തമിഴ് സിനിമയിൽ പോയ സമയത്ത് സെറ്റില് വെങ്കിടേഷ് ആയിരുന്നു, അവിടെ വെങ്കി ആയിരുന്നു. ചിലരൊക്കെ അനാവശ്യമായിട്ട് വെങ്കിടിന്നൊക്കെ എനിക്കത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രണയമൊന്നുമില്ല. ഇതുവരെ പ്ലാൻ ചെയ്ത് കൂടി തേങ്ങ നടന്നിട്ടില്ല. നമ്മൾ പോകുന്നു, അലർന്നു, അടിക്കുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ടോബിൻ എന്നാണ് പേര്. സിനിമ പറ്റുന്ന പരിപാടിയല്ലേ, വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണോ, ഭയങ്കര വിഷമവും ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് നിന്നപ്പോഴാണ് എനിക്ക് റിബൽ ഇന്ന് കോള് വരുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ഡ്രീം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ്. നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ തുടങ്ങി ഇന്ന് തമിഴ് സിനിമ വരെ എത്തി നിൽക്കുന്ന വെങ്കടേഷ് PP, ദ മാൻ വിത്ത് ഇന്നസെന്റ് സ്മൈൽ. മലയാളികളുടെ സ്വന്തം വെങ്കിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. വെൽക്കം ടു ദ ഷോ. ഹലോ, താങ്ക് യു. ഹലോ. ഞാൻ ഇന്നസെന്റ് സ്മൈൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി, പക്ഷെ ഇപ്പൊ ആളെ കാണുമ്പോ ഇന്നസെന്റ് ഒക്കെ മാറി വലിയൊരാളായ പോലെ ഉണ്ട്. സോ റിബലാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള മൂവി. അപ്പൊ അതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഒരു വില്ലൻ ലുക്ക് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഈ ഇന്നസെൻസിൽ നിന്ന് എങ്ങനെയാണ് ആ വില്ലൻ ലുക്കിലേക്ക് പോയത്? അത് അതിന്റെ ഫസ്റ്റ് ക്രെഡിറ്റ് ഡയറക്ടറിന് തന്നെ കൊടുക്കണം. കാരണം അവനാണല്ലോ എന്നെ ചൂസ് ചെയ്തത്. പൊതുവെ ഇങ്ങനെ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവര് വിളിച്ചു പോയി. പിന്നെ അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഭയങ്കര ഫ്രീഡം ആയിരുന്നു ആ സെറ്റില്. നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു പരിപാടിയായിരുന്നു. വില്ലനായിട്ട് തോന്നിയോ? ഏറെക്കുറെ തോന്നി. അത് അലറിയിട്ടൊക്കെ ഇല്ലേ അതിൽ കയറി വരുന്നത്. അപ്പം എന്നാ അത് വർക്കായെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. സോ അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക്? എൻട്രി ഞാൻ വേദ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം അതിന്റെ റിലീസ് സമയത്തൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അതിന്റെ ട്രെയിലർ എന്തോ ഇവര് കണ്ടിട്ട് എന്നെ വിളിച്ചത്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കാരണം ഇതൊരു വലിയ ബാനറാ. സ്റ്റുഡിയോ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു വൻ കിടിലൻ ബാനറാ. അപ്പൊ അതിലിങ്ങനെ ജീവി പ്രകാശിന്റെ പടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് കോള് വരുന്നത്. അപ്പൊ വില്ലനാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തമിഴിന്റെ ഒരു എൻട്രി വേണം. ഞാൻ ഭയങ്കര എന്നെക്കാളും എന്റെ അച്ഛനമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് എന്നെ തമിഴ് സിനിമയിൽ കാണണം. കാരണം അവരും ഞാനും എല്ലാം ഭയങ്കര രജനി ഫാനാണ്. ഞങ്ങൾ ഭയങ്കര തലവർ ഫാനാണ്. അപ്പം എങ്ങനെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് ഇത് വന്നപ്പോ എന്തുകൊണ്ടും ഒരു അടിപൊളി എൻട്രി ആണല്ലോ, നമുക്ക് എന്താ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ നായകൻ റോൾസ് ചെയ്ത, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഗുഡ് പിക്ചറിലുള്ള റോൾസ് ആണല്ലോ ചെയ്തത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വില്ലൻ റോളിലേക്ക് എത്തുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഗുഡ് റോൾസ് ഒന്നും ചെയ്തില്ല. ആദ്യത്തേത് വന്നിട്ട് പറയാൻ പാടില്ല, പക്ഷെ ഒരു ടോക്സിക് കാമുകൻ, രണ്ടാമതും ഒരു ടോക്സിക് കാമുകൻ, മൂന്നാമതും ഒരു ടോക്സിക് കാമുകൻ. ആകെപ്പാടെ വേദയില് മാത്രമാണ് കുറച്ചെങ്കിലും നന്മയുള്ളൊരു ക്യാരക്ടർ ചെയ്തത്. പിന്നെ ഇത് കിട്ടിയപ്പോഴത്തേക്കും ഇതിൽ പിന്നെ കാമുകൻ പരിപാടി ഒന്നുമില്ല, നമുക്ക് പ്രണയമൊന്നുമില്ല. നമ്മൾ പോകുന്നു, അലർന്നു, അടിക്കുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. സോ കോളേജ് ലൈഫ് വെങ്കിയുടെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ കോളേജ് ലൈഫ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. ഡിഗ്രിയൊക്കെ ചെറിയൊരു ട്യൂഷൻ പോലത്തെ ഒരു ഞാൻ മിസ് ചെയ്തു കോളേജ് ഡേയ്സ്. പിന്നെ ഇപ്പൊ ഇനാഗുറേഷൻ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ ഒരു ക്രൗഡിനെ കാണുന്നത്, ഒരു ആസ്വാദനമൊക്കെ മനസ്സിലാവുന്നത്. ഓക്കെ. സോ നമ്മൾ ഈ ടോക്സിക് കാമുകൻ എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഓൺ സ്ക്രീൻ പെയർ ഉണ്ടായിരുന്നത് രജിഷ വിജയൻ ആണ്. സോ ആളുടെ കൂടെയുള്ള എന്തെങ്കിലും മെമ്മറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുടെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടാവില്ല? ബിക്കോസ് ഇനീഷ്യലി വെങ്കി വരുമ്പോൾ യു ആർ എ സ്റ്റാർട്ടർ, ആള് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ അവിടുത്തെ ഹെൽപ്പിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഉണ്ടോ മെമ്മറി? റജോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം സ്റ്റാൻഡപ്പിൽ വന്നപ്പം ഞാനും പുതിയ ആളാണ്. അപ്പം അവള് എന്നെ വിളിച്ചു, സംസാരിച്ചു. അപ്പം ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ എന്താ പരിപാടി എന്നൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പം വന്ന് നിന്ന് പറഞ്ഞു തരുമോ അവള്, ഇങ്ങനെ പരിപാടി ചെയ്യണം, എങ്ങനെയാണ്. ഇപ്പം ഞാനിപ്പം എന്താ പറയാ, എനിക്ക് ഭയങ്കര ഫ്രീഡം, അത്രയും ക്ലോസ് ആയി ഇപ്പം അവരൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഇതൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പം സ്റ്റാൻഡപ്പ് ആയാലും കൊക്കോ ആയാലും, കൊക്കോയിൽ ഇവരാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പം വേദയായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. രജീഷയ്ക്ക് അടിപൊളിയാണ്. തമിഴ് സിനിമ നമ്മൾ എടുക്കുമ്പോഴേ ഇത് ഫസ്റ്റ് എൻട്രി അല്ലേ തമിഴിലുള്ള. പൊതുവെ അവിടെ കുറച്ചും കൂടി ഒരു അപ്രീസിയേഷനും ആക്സെപ്റ്റൻസും ആളുകൾക്ക് കൂടുതലാണ്. കുറച്ചും കൂടി ഇമോഷണലി ആളുകൾ നായകന്മാരെയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ എടുക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പടം
വർക്കായാൽ അല്ലെങ്കിൽ ക്യാരക്ടർ വർക്കായാൽ എല്ലാ സ്ഥലത്തും അവര് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മലയാള സിനിമയിൽ ആർക്കും പിന്നെ ഇപ്പം സ്റ്റാർ ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും നല്ലത് കണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഇതുവരെ അത്ര നല്ലതൊന്നും ചെയ്തില്ല തോന്നുന്നു. അതുവരെ എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ തോന്നിയിട്ടില്ല. നല്ല റോൾസ് ഒക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പം തമിഴില് അത് ചെയ്തപ്പം തമിഴിൽ ഞാനിപ്പോൾ റിബല് ചെയ്ത് പടം റിലീസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടപ്പോഴും ഞാൻ ഇതുവരെ ചെയ്തതിൽ ഒരു ബെറ്റർ പരിപാടി എനിക്ക് പേഴ്സണലി തോന്നി. അപ്പം അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ട് എടാ ഇതുവരെ ചെയ്തതിൽ ബെറ്റർ ആണ്, പക്ഷെ ഇനിയും ബെറ്റർ ആക്കാം, ബെറ്റർ പരിപാടി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പൊ മലയാളികൾ തന്നെയാണ് ഭൂരിഭാഗം പേരും കണ്ടത്. കണ്ടിട്ട് പറഞ്ഞു എടാ ഇങ്ങനെയാണ് നിന്റെ പരിപാടി കണ്ടു, ഓക്കെ ആണ്, ഓക്കെ സീനാണെന്നൊക്കെ പറയുമ്പോൾ ഹാപ്പി. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. സാധാരണ ഇപ്പം സ്റ്റാൻഡപ്പ്, കൊക്കോ ഇതെല്ലാം ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ചിലർ പറയും. വോയിസ് മോഡുലേഷൻ കറക്റ്റ് ആക്കണം, ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആക്കണം. അപ്പം ഇതിലങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ കേട്ടില്ല. അപ്പൊ നമ്മൾ അക്സെപ്റ്റൻസ് നമ്മൾ നല്ലത് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, നമ്മളിപ്പോ സിനിമേനെ സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു സമയത്ത് നമുക്ക് സിനിമേനോടുള്ള ഒരു കാഴ്ചപ്പാടും അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ കുറച്ച് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് സിനിമയെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമ. അവർ ചോദിക്കും ഡേ നീ വിചാരിക്കുന്ന പോലത്തെ പരിപാടിയില്ല, ഇത് ഭയങ്കര. അപ്പൊ ഞാൻ ഭയങ്കര രജനി ഫാനാണല്ലോ. അപ്പൊ ഞാൻ പൊതുവെ പറയുന്ന ഇതാണ്, പോടാ എന്താ ആണ്ടവനെ നമ്മ പക്കം. അതെന്റെ ഭയങ്കര കോൺഫിഡൻസാ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് പരിപാടിക്ക് ഇങ്ങനെ ചെയ്ത് ഞാനിങ്ങനെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ത്രൂ ചാൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ എനിക്ക് ചാൻസ് കിട്ടിയത്. ഞാൻ ഇങ്ങനെ ഒരു മൊമെന്റിൽ ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും കാസ്റ്റിംഗ് കോൾ ഉണ്ടെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. അപ്പം അനിൽ എബ്രഹാം എന്നാ പുള്ളിയുടെ പേര്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, അപ്പം ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല, പോയപ്പോഴാണ് മനസ്സിലായി ലാൽ ജോസ് സാറിന്റെ പടം, മോഹൻലാൽ ലാലേട്ടന്റെ പടമൊക്കെ ആണെന്ന്. പിന്നെ നമുക്കെന്താ ഡയലോഗ് ഉണ്ടെങ്കിൽ എനിക്ക് ലാലേട്ടനെ കാണാമല്ലോ. അവിടെ നിന്നാണ് എനിക്ക് നായികന്റെ എൻട്രി. അപ്പം ഒരു എന്താ പറയാ, ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്, ആഗ്രഹം മാത്രം. ഇപ്പോഴും സിനിമയിൽ വന്നതിന് ശേഷവും ഒന്ന് രണ്ട് പടത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് ഉണ്ടായെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കൊരു ഭയങ്കര ഒരു അടിപൊളി ഹിറ്റ് വേണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നില്ല, സിനിമയിൽ ഞാൻ ഇപ്പോഴും ഉണ്ടെന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോ ഈ നായകൻ എന്നുള്ള പേരിലാണ് വെങ്കിനെ ഇപ്പോഴും നമ്മൾ അറിയണം. പക്ഷെ പറയുമ്പോ 3-4 സിനിമകൾ ചെയ്ത് കഴിഞ്ഞു, അത് എപ്പോഴെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ഒരു വിഷമമില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹീറോ ആയിട്ട് വരണമെന്നൊന്നുമില്ല. ഞാനൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. സത്യം പറഞ്ഞ നായകൻ ഞാൻ ഇഷ്ടത്തോടെ വന്നൊരു സ്ഥലമല്ല. കാരണം എനിക്ക് ഞാൻ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. ഞാൻ അങ്ങനെ സ്കൂളിൽ 4ാം ക്ലാസ്സിന് ശേഷം ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പം സ്റ്റേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു കുറച്ച് നാള് നായകനിൽ നിന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു അക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. ഇപ്പം ഞാനിപ്പം വേദയിൽ നായകനായിട്ട് അഭിനയിച്ചെങ്കിൽ അത് കംപ്ലീറ്റും നായിക എന്നാണ് സ്റ്റാൻഡപ്പ് വന്നത്. സ്റ്റാൻഡപ്പിൽ നിന്നാണ് എനിക്ക് വേദ കിട്ടുന്നത്. കംപ്ലീറ്റ് നായകനായകൻ കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകുന്നു, ആൾക്കാർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇപ്പൊ എൻ്റെ അച്ഛന് ഇപ്പം ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ നേഴ്സ് കുട്ടികളൊക്കെ ഇല്ലേ, അവിടുത്തെ ആൾക്കാരൊക്കെ കൊണ്ട് നായകനല്ല ചേട്ടനല്ലേ. എൻ്റെ അച്ഛനൊരു പ്രത്യേക കെയറാ. അപ്പൊ എൻ്റെ അച്ഛൻ ഭയങ്കര പ്രൗഡാ. പിന്നെ നമുക്ക് എന്ത് വേണം, നമ്മളെ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കുറച്ച് പേര് അറിയുക എന്ന് പറയുന്നതല്ലേ വലിയൊരു കാര്യമാണ്. ഇപ്പൊ വെങ്കി പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വെങ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് പറയണ കേട്ടതാണ്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ പേരുകൾ ഉണ്ടായിരുന്നു, ഹൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ പല്ലുന്തിയതിന്റെ പേരിൽ. സോ ഇത്രയും എക്സൈറ്റ്മെന്റും ആഗ്രഹവും ഉള്ള സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ചില ബോഡി ഷേമിങ് എവിടെയെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ടാവും? ഇല്ല, കാരണം ഞാൻ കൊച്ചിലെ സിനിമ നടനാവണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. ഞാൻ പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് എനിക്ക് സിനിമയോടൊരു താല്പര്യം വന്നത്. അതിന് മുന്നേ ഒരു താല്പര്യമില്ലാതെ സ്പോർട്സിലായാലും എക്സലൻസിലായാലും ഒരു താല്പര്യം, ആർട്സിലും ഒന്നിലും ഒരു താല്പര്യം ഇല്ലാതെ ഒരു ഗുഡ് ഫോർ നത്തിങ് പരിപാടിയില്ലേ. അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ചുമ്മാ പയ്യന്മാരുമായിട്ട് സംസാരിച്ച് കറങ്ങി കിടക്കാന്നുള്ള മെന്റാലിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ നല്ല പേരാണല്ലോ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്നും പറഞ്ഞ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്
അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് എൻട്രൻസിന് പോയ ഒരാളാണ് ഞാൻ. നമുക്കത് പരിപാടിയൊന്നും അറിഞ്ഞൂടാ, പേര് കൊള്ളാം. അപ്പം വീട്ടിൽ പറഞ്ഞപ്പോ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, അങ്ങനെ പോയ ഒരാളാണ് ഞാൻ. അപ്പം അതിനുശേഷം ആണ് എനിക്ക് +2 ഞാൻ വേറൊരു സ്കൂളിൽ പോയി, മോഡൽ സ്കൂളിൽ, ലാലേട്ടൻ പഠിച്ച സ്കൂള്. അവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയാണ് എനിക്ക് സിനിമയോടൊരു താല്പര്യം വന്നത്. ബോഡി ഷേമിങ് എനിക്ക് അതൊന്നും ബോഡി ഷേമിങ് ആയിട്ടും തോന്നിയിട്ടില്ല. ബേസിക്കലി എന്റെ കൂട്ടുകാരന്മാരെ എന്നെ അങ്ങനെ വിളിക്കുന്നത്. അപ്പം എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാ വിളിക്കുന്നത്, എടാ എങ്ങനെയാണ് എങ്ങനെയാണെന്ന്. എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ റിബൽ, കമ്മിങ് ബാക്ക് ടു റിബൽ. റിബൽ സിനിമയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഇതുവരെ ചെയ്യുന്നത്. സോ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് വെങ്കിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു? എന്നെക്കാളും ഡയറക്ടർ അവൻ പറഞ്ഞു, ബ്രോ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് എന്ന് അവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം SFI ചെയർമാൻ ആയിരുന്നു. ഇക്കൊല്ലം റിബലിൽ ഞാൻ KSQ ചെയർമാൻ. ഓക്കെ. അപ്പം പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള കളിയാണ്. പക്ഷെ വേദയിൽ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു, ചിരിച്ചുകൊണ്ട് അങ്ങനത്തെ പരിപാടി. അപ്പോൾ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1-2 സിനിമകളൊക്കെ ഇങ്ങനെ നോക്കി, കുറച്ച് കലാഭവമണി റെഫറൻസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി വില്ലൻ പരിപാടി ചെയ്യുന്ന ഭയങ്കരമാണ്, പുള്ളി ഭയങ്കര സ്ലാപ്സ്റ്റിക്കാണ്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടി, കുറച്ച് ചിരിച്ചിട്ടും കുറച്ച് ഇങ്ങനെ അലസമായിട്ട് ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് പഞ്ച് ഡയലോഗേ പറയരുത് എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ നിന്ന് ഡയറക്ടറുമായിട്ട് സംസാരിച്ച് അങ്ങനെ ചെയ്തൊരു പരിപാടിയാണ്. അങ്ങനത്തെ മെയിനായിട്ട് പഞ്ച് ഡയലോഗ് വേണ്ട, പഞ്ച് ഡയലോഗ് ഒന്നും വേണ്ട. നമ്മൾ നോർമലി അങ്ങനെ പഞ്ച് പറഞ്ഞിട്ടല്ലോ ഒരുത്തനെ അടിക്കുന്നത്, ഒന്നുമില്ല, സ്ട്രെയിറ്റ് അടി. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഇതിനകത്തുണ്ട്. പിന്നെ KSQ ആയതുകൊണ്ട് കോസ്റ്റ്യൂം കിട്ടിയപ്പോഴത്തേക്കും അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ലൂസാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ലൂസ് പറ്റൂല, എനിക്ക് ടൈറ്റ് വേണം. അങ്ങനെ അവർ ടൈറ്റ് അടിച്ചു തന്നു. അപ്പം നമ്മൾ നിൽക്കുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് കിട്ടി. അപ്പം എനിക്ക് വാച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിക്ക് നിന്ന് പിന്നെ കംപ്ലീറ്റ്ലി ഡയറക്ടർ അവൻ പറയും, ബ്രോ ഇതാണ് മൂഡ്, ഇതാണ് വൈബ് എന്നൊക്കെ പറയും. പിന്നെ നടത്തത്തിൽ അതിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അതിപ്പോൾ ആൾക്കാർക്ക് തോന്നണമെന്നൊന്നുമില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം അതിൽ തമിഴ് പടമാണല്ലോ, അപ്പം ഡയറക്ടർ എല്ലാവരും തമിഴാണല്ലോ. അപ്പം നമ്മൾ ഈ മലയാളം സ്പീച്ചൊക്കെ പറയും ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ. അപ്പം അതൊക്കെ പറയുമ്പോൾ അവര് തരുന്ന സാധനം നമുക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മലയാളം ലാംഗ്വേജ് ഭയങ്കര ട്രാൻസ്ലേറ്റ് ചെയ്ത ഓരോ വാക്കുകൾ നമ്മൾ ഭയങ്കര മലയാളം വാക്ക് നമുക്ക് ചുമ്മാ നമ്മളെല്ലാം ഇട്ട ഭയങ്കര ഡ്രാമയായി പോകും. അപ്പം അതറിയാവുന്ന ഇപ്പം നമ്മുടെ മെക്സിക്കൻ ഭാരത ജിനുവിന്റെ റിയൽ സ്റ്റോറി ആണല്ലോ. അങ്ങനെ അവൻ മഹാരാജാസിലെ KSU ചെയർമാനായിരുന്നു. ഞാൻ അവനെ വിളിച്ചു, ബ്രോ എനിക്കൊരു ഹെൽപ്പ് വേണം, എനിക്കൊരു ഇതുപോലത്തെ ഒരു പ്രസംഗം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ ജിനു അങ്ങനെ അവരൊക്കെ എനിക്ക് എഴുതി സഹായിച്ചെന്ന്. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ വെങ്കിയുടെ ഇതുവരെയുള്ള ജേർണിയിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സജഷൻസ് എല്ലാം തന്ന് കൺസിസ്റ്റന്റ്ലി ഒരു വ്യക്തി ഉണ്ടാവില്ലേ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മൂവി ഇൻഡസ്ട്രി? കുറെ പേരുണ്ട്. ആദ്യം എൻ്റെ അമ്മ തന്ന സപ്പോർട്ടാണ്. അമ്മയും വീട്ടുകാർ തന്ന, ഞാൻ ഭയങ്കര ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാനൊരു 8 വർഷം ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു 8 വർഷമാണ്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലും വീട്ടിലിങ്ങനെ കുഴപ്പമില്ല, അത് പോണെങ്കിൽ പോട്ടെ, നിനക്ക് വേറെ വരുന്നുള്ളൊരു കോൺഫിഡൻസാണ് ഫസ്റ്റ്. അതാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അനിൽ എബ്രഹാം, അനിലേട്ടൻ, ലാൽ ജോസ് സാറ്, ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നിതീഷ്, ഇവരൊക്കെ കണ്ടിട്ട് അപ്പൊ തന്നെ പച്ചക്ക് പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരൊക്കെ പ്രത്യേകിച്ച് ഫിൽറ്റർ ഒന്നും വെക്കില്ല. ഇപ്പൊ ഞാൻ വെങ്കിയുടെ ഇൻസ്റ്റാ പ്രൊഫൈലിലൂടെ പോയ സമയത്ത് ഞാൻ ഒരു മ്യൂസീഷ്യനെ മാത്രമേ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ബാലഭാസ്കർ എന്ന് പറയണത്. അപ്പോ ആളുടെ മ്യൂസിക് അല്ലെങ്കിൽ അത്രയും ഫാൻ ആയിരുന്നോ, എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇൻഫ്ലുവൻസ് എന്നല്ല, പുള്ളി ഒരു അൾട്ടിമേറ്റ് ലെജൻഡ് ആണല്ലോ. പുള്ളി വായിക്കുന്നതൊക്കെ ഭീകരമാണ്. അത് വയലിൻ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോ, അങ്ങനെയാണ് പുള്ളി അത് വായിക്കുന്നത്. ഏത് റേഞ്ചിൽ എന്തൊക്കെയോ പുള്ളി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കാണുമ്പോഴേ. പിന്നെ ഓഫ് കോഴ്സ് അത് പെട്ടെന്നായിരുന്നു പുള്ളിയുടെ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ. എനിക്കും പേഴ്സണലി എനിക്ക് തോന്നുന്നു വയലിൻ എന്നുള്ള ഒരു ഉപകരണം ഇത്രയും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പുള്ളി അത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അല്ലേ. ഇപ്പൊ സ്റ്റീഫൻ ദേവസി ഗിറ്റാർ മറ്റേ ഇതൊക്കെ പിയാനോ കാണിക്കുന്നുണ്ട്. പക്ഷെ ആള് വയലിനിൽ എന്റെ അമ്മയോ ഏത് റേഞ്ച് വേണേലും ആള് പോകും. നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് പുള്ളി. ഭയങ്കര കിടിലൻ ക്യാരക്ടറാണ്. സിനിമ അല്ലാതെ, അഭിനയം അല്ലാതെ, പാട്ടിനെങ്കിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ വേറെ വെങ്കിക്കുണ്ടായിരുന്നു? ഒന്നുമില്ല. എനിക്ക് സിനിമ അല്ലാതെ എന്താ പറയാ, സ്പോർട്സോ ആർട്സോ മ്യൂസിക്കോ ഒരു ഇതുമില്ല. എൻ്റെ അമ്മ എന്നെ ചെറുതിലെ പാട്ട് പഠിക്കാനും തബല, മൃദംഗം, കീബോർഡ് ഇതിനൊക്കെ കൊണ്ടുവിട്ടതാണ്. ഞാൻ 1 മാസത്തിൽ എല്ലാം
നിർത്തി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയ ഒരാളാണ്. പക്ഷെ അതിൽ ഞാൻ ഇപ്പൊ കുറച്ച് ഖേദിക്കുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സത്യം, എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. ഇപ്പൊ മലയാളം സിനിമയിൽ നിന്ന് തമിഴ് സിനിമയിൽ എത്തുന്ന സമയത്ത് ഇൻഡസ്ട്രീസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വെങ്കിക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന സമയത്ത്, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ടിലല്ല, മൂവി ചെയ്യുന്ന സമയത്ത് ആളുകൾ തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ സെറ്റിൽ എന്തെങ്കിലും ഡിഫറൻസസ് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടില്ല. കാരണം കൂടുതൽ പറയാനായിട്ട് ഞാൻ ഒരാളുമില്ല. ഞാൻ ആകെ 4 സിനിമ ചെയ്തിട്ടുള്ളൂ, ഐ മീൻ ക്യാരക്ടറായിട്ട്. അല്ല, ജൂനിയർ ഞാൻ ഇവിടെ പറയുന്നില്ല, 4 സിനിമ ക്യാരക്ടറായിട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു തമിഴും. ഇത് ഇവിടെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് അവരും നമ്മളെ കെയർ ചെയ്തത്. അങ്ങനെ ഭീകര വ്യത്യാസമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ വെങ്കി ചെയ്ത ക്യാരക്ടേഴ്സ് ഇപ്പൊ ഒന്ന് വില്ലനാണ്, പിന്നെ കുറച്ച് ടോക്സിക് ബോയ് ഫ്രണ്ട്സ് ചെയ്തു. അതെ, അതും വില്ലനായിരുന്നു. 2 വില്ലൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, സോ വ്യക്തി ജീവിതത്തില് വെങ്കി എന്ന വ്യക്തിനെ നമ്മൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ്? ഹീറോയാണ്. ഹീറോ ആണ്, വളരെ നന്മ നിറഞ്ഞ സ്റ്റാർ ആണ്. നന്മയൊന്നുമില്ലല്ലോ, എല്ലാ ഹീറോയും പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഒരു ഇൻകറക്റ്റ്നെസ് ഉണ്ട്, പക്ഷെ നമ്മളിലും കുറെ ശരികളുണ്ട്. ഞാൻ ഹീറോയാണ്. ഞാൻ എന്നെ എന്താ പറയുക, ഇതിനു മുമ്പ് കുറച്ച് നാള് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഞാൻ എവിടെയെങ്കിലും എത്തുമോ ഇല്ലയോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അടിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഐ വിൽ ബി എ സ്റ്റാർ. സോ മുന്നോട്ട് ഇനി പോകുമ്പോൾ സ്വന്തം ജേണിനെ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് വഴികളിലൂടെയാണ് വെങ്കി കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റാർ ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. പ്ലാനിങ് ഒന്നുമില്ല, ഇതുവരെ പ്ലാൻ ചെയ്ത് കൂടി തേങ്ങ നടന്നിട്ടില്ല. അതുകൊണ്ട് പ്ലാനിങ് ഒന്നുമില്ല, ഒരു പോക്ക, അത് എത്തും ഞാൻ അവിടെ. ഇങ്ങനെ പോയ സമയത്ത് എന്തൊക്കെയോ നടക്കാത്ത പല കാര്യങ്ങളും സെറ്റ് ബാക്സും ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെങ്കി എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്? വളരെ കെയർ ഫ്രീ ആയിട്ട് വിടുന്ന ഒരാളാണോ, അതോ നല്ല രീതിയിൽ കരയും, നല്ല രീതിയിൽ കിടന്ന് മോങ്ങും? ഇവിടെ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ടോബിൻ എന്നാണ് പേര്. പുള്ളിയൊക്കെ വിളിച്ചിട്ട് ചേട്ടോ ആണെന്നൊക്കെ പറയും. കുറേ നാൾ ഭയങ്കര വിഷമമായിരിക്കും. സിനിമ നമുക്ക് പറ്റിയ പരിപാടി അല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു തോന്നൽ വരും. ഈ കഴിഞ്ഞ മാർച്ചിൽ അങ്ങനത്തെ ഒരു തോന്നലിൽ ഞാനിങ്ങനെ സിനിമ പറ്റുന്ന പരിപാടിയല്ലേ, വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണോ, ഭയങ്കര വിഷമവും ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് നിന്നപ്പോഴാണ് എനിക്ക് റിബലിൽ നിന്ന് കോള് വരുന്നത്. അതായത് ഇത്ര സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാരണം ഇങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഒരു കോള് വരുന്നത് റിബലിൽ നിന്ന്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സിനിമയ്ക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് ഈ കോള് വരുന്നത്. അല്ലെങ്കിൽ എവിടെന്നോ കിടക്കുന്ന ഒരാൾ എൻ്റെ ഒരു ട്രെയിലർ കണ്ടിട്ടൊക്കെ എന്നെ ഒരു വില്ലനായിട്ട് മെയിൻ ആൻറ്റഗോണിസ്റ്റ് ആയിട്ടൊക്കെ എന്നെ വിളിക്കണമെങ്കിൽ അത് ലക്ക, കംപ്ലീറ്റ് ലക്ക. അല്ലാതെ എൻ്റെ ടാലന്റ് വെച്ചിട്ടൊന്നും ഞാൻ പറയില്ല. കാരണം ഒരു ട്രെയിലർ കണ്ട എൻ്റെ ടാലന്റ് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ലുക്ക് വൈസോ ബേസ് കംപ്ലീറ്റ് ലക്ക എൻ്റെത് അവർ കാണാനും. നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ലെങ്കിൽ ചിലപ്പോൾ ഇതെനിക്ക് വരണ്ടായിരുന്നു. അപ്പം വന്ന സ്ഥിതിക്ക് അങ്ങനെ ഞാൻ വീണ് കിടക്കുമ്പോൾ എനിക്ക് സിനിമ കിട്ടുന്നുണ്ട്. ഞാൻ വീഴുമ്പം എന്നെ പിടിച്ച് പൊക്കിയെടുക്കാൻ എനിക്ക് സിനിമ വരും. ഇതുവരെ എനിക്ക് അങ്ങനെ നടന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അതിനാ സിനിമ വിടുന്നത്. അതെ, ഇപ്പൊ പറഞ്ഞില്ലേ സിനിമ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്നൊക്കെ തോന്നിയെന്ന്. അങ്ങനെ വെങ്കി എപ്പോഴെങ്കിലും ചിന്തിച്ച സമയത്ത് എന്തിലേക്ക് പോകാനായിരിക്കും വെങ്കി ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഒന്നുമില്ല, എനിക്ക് സിനിമ മാത്രമേ എനിക്ക് സിനിമ മാത്രമേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യാൻ സിനിമ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇന്ന ജോലിക്ക് പോകണം എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ആലോചിച്ച് ഏത് പോകണം എന്ത് പോകണം ഒരു ഐഡിയ ഇല്ല. എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. പുള്ളിയെടുത്തോളും ചേട്ടാ എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ, ഇത് പരിപാടി വർക്കാവണില്ല, എനിക്ക് വേറെ സിനിമകളില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പുള്ളി പറയും എടാ വരും, വെങ്കി മോനെ എന്നാ വിളിക്കുന്നത്, എടാ വരും, പരിപാടി വരും. അപ്പോൾ അങ്ങനെ വന്ന പടം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നസെൻസിൽ എത്തിയില്ലേ എല്ലാരും, വെങ്കി മോനെ, വെങ്കി, വെങ്കടേഷ് ചുരുങ്ങി അവിടെ എത്തിയില്ലേ? അതെ, രഞ്ജിത്തേട്ടൻ തന്നെ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. സോ തമിഴ് സിനിമയിൽ പോയ സമയത്ത് സെറ്റില് വെങ്കടേഷ് ആയിരുന്നു, അവിടെ വെങ്കി ആയിരുന്നു? വെങ്കിന്നേ വിളിക്കുള്ളൂ, കൂടുതൽ ആൾക്കാർ വെങ്കിന്നേ വിളിക്കുള്ളൂ. ചിലരൊക്കെ ഒരു അനാവശ്യമായിട്ട് വെങ്കിടിന്നൊക്കെ കളിയാക്കിയല്ലേ, ചിലപ്പോ അവർക്ക് അതായിരിക്കും വായില് വരുന്നത്. ഓക്കെ, സോ ഈ സിനിമ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ സെറ്റ് ബാക്കിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ലൈക്ക് വെങ്കിയുടെ ഏജ് ഉള്ള അതിലും കുറവുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു സജഷനോ അഡ്വൈസോ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അത് എന്തായിരിക്കും? കീപ് ട്രൈങ് എന്നുള്ള പരിപാടിയുള്ളൂ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ജോജി ചേട്ടനൊക്കെ ജോസഫിന് മുമ്പ് നമ്മളിങ്ങനെ ചെറുതായിട്ട് കണ്ടുള്ളൂ. ജോസഫിന് ശേഷം പുള്ളി സ്റ്റാറാണ്. അപ്പൊ പുള്ളിക്ക് പുള്ളി ഒരു ഷോയിലും പറഞ്ഞിട്ടില്ലേ, അതായത് നമ്മളൊരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പുറകെ എങ്ങനെയായിരിക്കും നടക്കുക. അതാ അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാന്നുള്ളൂ. പിന്നെ നേരത്തെ പരിപാടി എനിക്ക് ഭയങ്കര വർക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റാ ഫേസ്ബുക്ക് ത്രൂ ചാൻസ് ഒക്കെ ചോദിക്കുന്നതും കുറച്ച് കോൺടാക്ട് ഒക്കെ ഒപ്പിച്ചെടുക്കുന്നതും ഭയങ്കര വർക്കാണ്. അപ്പം ഇപ്പൊ റിബൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക്
എൻ്റെ ഷോറിൽ അയച്ചു കൊടുക്കാൻ എനിക്കിപ്പം തമിഴിൽ കുറച്ച് അസോസിയേറ്റ്സ് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അത് കാരണം കുറച്ച് ഉപകാരങ്ങൾ ഉണ്ടാവും. ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യണം, വെറുതെ ഇരുന്ന ഒന്നും കിട്ടൂല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് വെറുതെ ഇരുന്നപ്പോഴാണ് റിബല് കിട്ടിയത്. അത് പറയാൻ പറ്റില്ല, ഭാഗ്യം ഒരു ഫാക്ടറാണ്. സോ ഇനീഷ്യലി കുറെ എന്താ പറയാ സ്റ്റേജ് ഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ സമയത്ത് ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഓഡീഷൻ ഡിഗ്രി ഒക്കെ കഴിയുന്നവരെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ട്രിവാൻഡ്രത്ത് തന്നെ നിൽക്കാം, നമുക്ക് വിധി ഉണ്ടെങ്കിൽ സിനിമാക്കാരനാവും എന്നുള്ളൊരു ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ നല്ല അടുത്തുള്ള ഓഡീഷനൊക്കെ പോയാൽ മതി എന്നൊക്കെ ആയിരുന്നു. പിന്നെ മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന പരിപാടിയല്ല. പിന്നെ ഞാനിങ്ങനെ പുറത്തും എറണാകുളം, വയനാട് അവിടെയൊക്കെ ഇങ്ങനെ ഓഡീഷനൊക്കെ പോയി അതിനു വേണ്ടി ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും സന്തോഷം വരുന്ന സമയത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ ഇത്രയും ഹാപ്പി ആയിട്ട് തോന്നിയ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ്? മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആദ്യമായിട്ട് എന്റെ തല പോസ്റ്ററിൽ കണ്ടപ്പോ ഓക്കെ, അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ മാത്രം, എന്നെക്കാളും എന്റെ അച്ഛനമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, അന്ന് അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഡെയിലി വീട്ടിൽ വരുമ്പോ ഇവിടെ നിന്റെ പോസ്റ്റർ അവിടെ ഉണ്ട്, പോസ്റ്റർ ഇവിടെ കണ്ടു അവിടെ കണ്ടു. അത് ഭയങ്കര മൊമെന്റാ. ഇപ്പോഴും എന്റെ പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ ഇപ്പോഴും അങ്ങനെ നോക്കി നിൽക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ തന്നെ കാണാൻ. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. വെങ്കിനെ പറ്റി ഞാൻ പേഴ്സണലി ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് നായകനാണ്. അതിൽ തന്നെ വെങ്കിനെ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി അച്ഛന്റെയും അമ്മേന്റെയും മുഖം മുന്നിലേക്ക് വരും. ലൈക്ക് നിങ്ങളത് പറഞ്ഞതിന്റെ ബേസിസിലാണോ എന്നറിയില്ല, ആ എപ്പിസോഡ് സംതിങ് വിച്ച് ഐ റീവാച്ച്. അപ്പോ ആ അച്ഛനും അമ്മയും ഏറ്റവും സന്തോഷത്തോടു കൂടെ ഇരിക്കാൻ പറ്റട്ടെ. ആൻഡ് വെങ്കിക്ക് അവരെ അന്ന് പറഞ്ഞ പോലെ ഗുഡ് ഫോർ നത്തിങ് എന്നൊരു പേഴ്സണിൽ നിന്ന് ഇന്ന് എത്തിന്നിരിക്കുന്ന വെങ്കി അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് ഇതിൽ അവരെ അഭിമാനപ്പെടുത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us.